My dear students, welcome to my channel at your classroom. ഇവിടെ learning of English lessons are made easy by explaining in Malayalam. So, subscribe to my channel and stay tuned for regular lessons and explanations. Thank you and welcome once again. Hello my dear students. Environmental Science Part 1 Standard 4. ഈ ടെക്സ്റ്റിലെ 4th lesson, Wonder World of Birds. ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. Okay. At sunset, the birds flew to their nest in the grand old banyan tree. സൂര്യൻ അസ്തമിച്ചപ്പോൾ പക്ഷികളെല്ലാം എന്ത് ചെയ്തു? ഈ ഗ്രാൻഡ് ഓൾഡ് ബാനിയൻ ട്രീ, വളരെ കാലങ്ങളായിട്ട് അവിടെ ഉള്ള ഒരു പഴയ ആൽമരത്തിലേക്ക്, അവരുടെ കൂടുകളിലേക്ക് പറന്നു വരാൻ തുടങ്ങി. സാനി ലുക്ക്ഡ് അറ്റ് ദിസ് വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി എവറി ഡേ. സാനി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഈ കാര്യം ദിവസവും നോക്കുന്നുണ്ടായിരുന്നു. വളരെ താല്പര്യത്തോടെയാണ് നോക്കുന്നത്. ഓക്കെ, ക്യൂരിയോസിറ്റി, താല്പര്യം, ആഗ്രഹം എന്നൊക്കെ അർത്ഥം വരും. ഓ, സോ മെനി ബേർഡ്സ് ഓഫ് ഡിഫറെന്റ് സൈസ് ആൻഡ് കളർ. ഓ, വളരെയധികം പക്ഷികളുണ്ട്, പല പല വലുപ്പത്തിൽ, പല പല കളറുകളിൽ. ഈവൻ ദ സൗണ്ട്സ് ആർ ഡിഫറെന്റ്. അവരെ ശബ്ദങ്ങളൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഡു യു ഓൾസോ ലൈക്ക് ബേർഡ്സ്? നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമാണോ? വാട്ട് ആർ ദർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? അവരുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ 2 പോയിന്റ് പറയുന്നുണ്ട്. ഹാവ് ഫെദേഴ്സ് ഓൺ ദ ബോഡി. ശരീരത്തിലൊക്കെ തൂവലുകളുണ്ട്. പിന്നെ ലേ എഗ്സ്, അവർ മുട്ടയിടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ നോക്കാം. ക്യാൻ യു നെയിം ദം? നിങ്ങൾക്ക് അതിൻ്റെ പേരുകളൊക്കെ പറയാമോ? മെൻഷൻ ദ നെയിംസ് ഓഫ് ദ ബേർഡ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണുന്ന ചില പക്ഷികളുടെ പേര് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ കാണുന്ന പക്ഷികളുടെ പേരൊക്കെ ഞാനൊരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. മുന്നോട്ട് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് സം ബേർഡ്സ്. അപ്പോൾ ചില പക്ഷികളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ് ബിലോ ദ പിക്ചർ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അതിൻ്റെ പേരുകൾ എഴുതുക. ഇവിടെ ആദ്യത്തേത് പാരറ്റ്, രണ്ടാമത്തേത് മൈന, അടുത്തത് വുഡ് പെക്കർ, അടുത്തത് കിങ് ഫിഷർ, മീൻകൊത്തിപ്പന്മ. അപ്പോൾ തത്ത, മൈന, മരംകൊത്തി, മീൻകൊത്തിപ്പന്മ, അതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ. പിന്നെ അടുത്ത് നോക്കാം. നെസ്റ്റ് മേക്കേഴ്സ്, കൂടുണ്ടാക്കുന്നവ. എനിവൺ ഹൂ സീസ് ദ നെസ്റ്റ് ഓഫ് ബേർഡ്സ് വിൽ ബി വണ്ടർ സ്റ്റക്ക്. അപ്പോൾ നമ്മൾ ഒരു പക്ഷീൻ്റെ കൂട് കാണുകയാണെങ്കിൽ നമുക്ക് അതിശയമാകും, നമ്മൾ അതിശയപ്പെടും. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവർ ഇത്ര നീറ്റായിട്ട്, ഇത്ര വൃത്തിയായിട്ട് ഈ രീതിയിലൊക്കെ കൂടുകൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അതിശയപ്പെടും. ദർ ആർ സോ ബ്യൂട്ടിഫുൾ. അത് വളരെ ഭംഗിയുള്ളതായിരിക്കും. വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? അപ്പോൾ എവിടെയൊക്കെയാണ് പക്ഷികൾ കൂട് കെട്ടുക? ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഹോൾസ് ഓഫ് ട്രീ ട്രങ്ക്സ്, അതായത് മരത്തിൻ്റെ പൊത്തുകളിൽ. ഇൻ ബറോസ്, മറ്റു ചില സ്ഥലങ്ങളിലെ പൊത്തുകളിൽ, ഈ മലഞ്ചെരുവിൽ ഉണ്ടാവുന്ന പൊത്തുകളിൽ, മൺതിട്ടകളിൽ ഉണ്ടാവുന്ന പൊത്തുകളിൽ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ബാക്കി കുറേ പോയിന്റ്സ് ഉണ്ട്, പക്ഷികൾ എവിടെയൊക്കെ കൂട് കെട്ടുന്നു. ഇതും ഞാനൊരു ലിസ്റ്റ് ആക്കിയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രത്യേക കോളത്തിൽ ഇവിടെ പറയുന്നുണ്ട് ദോസ് ഹു ഡു നോട്ട് ബിൽഡ് നെസ്റ്റ്. അങ്ങനെ കൂട് ഉണ്ടാക്കാത്ത പക്ഷികളുണ്ട്. The cuckoo does not build a nest or look after its young ones. കുക്കു, നമ്മളെ കുയിൽ, അത് തനിയായിട്ട് കൂട് കെട്ടൂല്ല, അതിൻ്റെ കുട്ടികളെ അത് പരിപാലിക്കില്ല. അതെന്താ ചെയ്യുക? ഇറ്റ് ലേ എഗ്സ് ഇൻ ദ ക്രോസ് നെസ്റ്റ്. കാക്കകൾ ഉണ്ടാക്കുന്ന കൂട്ടിൽ ഇത് പോയി മുട്ടയിടും. മെനി ബേർഡ്സ് ഡു നോട്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ബിൽഡിംഗ് നെസ്റ്റ്. അങ്ങനെ പല പക്ഷികളുണ്ട്, കുയിൽ മാത്രമല്ല, വേറെ വളരെ അധികം പക്ഷികളുണ്ട് ഇങ്ങനെ കൂട് ഉണ്ടാക്കാത്തത്. Some birds lay eggs in the nest left by other birds. ചില പക്ഷികൾ എന്ത് ചെയ്യും? അവ തനിയെ കൂടുണ്ടാക്കില്ല, വേറെയുള്ള പക്ഷികൾ കൂടുണ്ടാക്കി ആ മുട്ട വിരിഞ്ഞ് കുട്ടികളൊക്കെ പോയി കൂട് കാലിയായിട്ട് കിടക്കും. അങ്ങനെയുള്ള കൂടുകൾ തേടി പിടിച്ചിട്ട് അതിൽ അവർ മുട്ടയിട്ട് അവർ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് അവരും പോകും. അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തേക്ക് നമുക്ക് നോക്കാം. വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ലെസണിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉത്തരം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കും. ഈവൻ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഡു നോട്ട് ലിവ് ഇൻ ദം ഓൾവേസ്. ഈ പക്ഷികൾ കൂടുണ്ടാക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അത് ആ കൂടുകളിൽ താമസിക്കുന്നില്ല.
42-ാം പേജ്, ഗസ്റ്റ്, വിരുന്നുകാർ. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ആർ ഓൾ ബേർഡ്സ് സീൻ ഡ്യൂറിങ് ഓൾ സീസൺസ്? എല്ലാ കാലങ്ങളിലും, എല്ലാ കാലാവസ്ഥകളിലും, സീസൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പക്ഷികളെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചില പക്ഷികളെ നമുക്ക് എപ്പോഴും കാണാം, വർഷത്തിൽ എല്ലാ സമയത്തും നമുക്ക് ചില പക്ഷികളെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ കാണാം. പക്ഷെ ചില പക്ഷികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ വന്നു പോകുന്നതായിട്ട് ചില പ്രത്യേക സമയത്ത് മാത്രം ഉണ്ടാവും, പിന്നെ അതിനെ കാണില്ല, അങ്ങനെ ഉണ്ടാവും. അതാണ് അവർ അങ്ങനെ ചോദിച്ചത്. നമുക്ക് നോക്കാം. വൈ ആർ ദേ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷികൾ എല്ലാ സമയത്തും ഇല്ലാത്തത്? ഹാവ് യു സീൻ ദ ബേർഡ് ഇൻ ദ പിക്ചർ? അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന കിളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഈസ് ദ ഗോൾഡൻ ഓറിയോലെ, മഞ്ഞക്കിളി എന്ന് പറയും, ഗോൾഡൻ ഓറിയോലെ. ദേ ആർ വിസിറ്റേഴ്സ് ഹു കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ്. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിരുന്നുകാരാണ്. ബട്ട് ദേ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ ആ കൺട്രി. അപ്പം നമ്മളെ രാജ്യത്ത് മഴ തുടങ്ങുമ്പോഴത്തേക്കും ഇവർ തിരിച്ചു പോകും. സം ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ സർട്ടൻ സീസൺസ്. അപ്പോൾ ചില സീസണിൽ വളരെ ദൂരത്ത് നിന്ന് ചില പക്ഷികൾ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകും. ദേ ആർ നോൺ ആസ് മൈഗ്രേറ്ററി ബേർഡ്സ്. അപ്പോൾ ഈ പക്ഷികളെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ചേക്കേറുക. അവർ പല കാരണങ്ങൾ കൊണ്ട് ചേക്കേറി മാറും, എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. അതിനെപ്പറ്റി നമുക്ക് വീണ്ടും മുന്നോട്ട് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ക്യാൻ ട്രാവൽ, ക്യാൻ ക്യാച്ച് പ്രേ. അപ്പം യാത്ര ചെയ്യാനും, അതായത് മുന്നോട്ട് മൂവ് ചെയ്യാനും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനും ഒക്കെ പറ്റും. അതേ സമയത്ത് ഇര പിടിക്കാനും പറ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം ബേർഡ്സ്. ഇവിടെ ചില പക്ഷികളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന കുറച്ച് പക്ഷികൾ എന്താണ് അവിടെ ചോദിക്കുന്നത്? വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനേബിൾ ദീസ് ബേർഡ്സ് ടു മൂവ് ആൻഡ് ടു ക്യാച്ച് പ്രേ? അപ്പം ഈ കാണുന്ന ചില പക്ഷികളിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവർ ശാരീരികമായ കുറച്ച് പ്രത്യേകതകൾ, എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങിപ്പോകാനും, അല്ലെങ്കിൽ മൂവ് ചെയ്യാനും, അല്ലാതെ ഇര പിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഈ ലെസൻ്റെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അവിടെ വേറൊരു ചോദ്യം കൂടെ വരുന്നത്, ഹൗ ഡു ഷേപ്പ്, സൈസ്, ലെഗ്സ്, വിങ്സ് എക്സെട്ര ഹെൽപ്പ് ബേർഡ്സ് ടു ഫ്ലൈ? അപ്പം പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നത് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, അതിൻ്റെ കാല്, അതിൻ്റെ ചിറകുകൾ, ഇതൊക്കെ എങ്ങനെയാണ് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നത്? ഓക്കെ, പിന്നെ അവിടെ പറയുന്നത് നോട്ട് ഡൗൺ ദ പോയിന്റ്സ് ഇൻ യുവർ എൻവയൺമെന്റ് ഡയറി. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ഡയറിയിൽ എഴുതുക. ഹാവ് യു സീൻ ദ ഈഗിൾ സ്നാച്ച് എവേ ചിക്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്? ഈ പരുന്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റ് ചെറിയ ജീവികൾ, ഓന്ത്, എലി, തേള്, കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ, ഇതിനൊക്കെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഈഗിൾ? ഈ പരുന്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹൗ ഡു ദീസ് പെക്യുലാരിറ്റീസ് എനേബിൾ ദ ഈഗിൾ ടു ക്യാച്ച് പ്രേ? ഈ പ്രത്യേകതകൾ ഈ പരുന്തിനെ ഇര പിടിക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചേഴ്സ്, മാച്ച് ദ ബീക്സ് ആൻഡ് ലെഗ്സ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് ബീക്സും ലെഗ്സും മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു താറാവിൻ്റെ തല കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബീക്ക് ഇവിടെ അറിയാം. ഒരു പരുന്തിൻ്റെ തല കൊടുത്തിട്ട് അതിൻ്റെ ബീക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ക്രെയിനിൻ്റെ തല കൊടുത്തിട്ടുണ്ട്, കൊക്ക്, അതിൻ്റെ ബീക്ക് നല്ല നീളമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. താറാവിൻ്റെ കാല് ഇതേമാതിരി വെബ്ഡ് ഫീറ്റാണ്. പരുന്തിൻ്റെ കാല് ഇങ്ങനത്തെ ടാലൻസ് എന്ന് പറയാം, TALONS, ടാലൻസ് എന്ന് പറയാം, അതാണ്. പിന്നെ ക്രെയിനിൻ്റെ കാല് ഇതേപോലെ നീളമുള്ളതാണ്. ഇതിന് ഹോക്ക് എന്ന് പറയും, HOCK, ഹോക്ക്. ഓക്കെ, അപ്പം ആ മാച്ചിങ് നമുക്ക് മനസ്സിലായി. പിന്നെന്താ പറയുന്നത്? നോട്ട് ഡൗൺ ഇൻ ദ എൻവയൺമെന്റൽ ഡയറി ഹൗ ബീക്സ് ആൻഡ് ലെഗ്സ് ഹെൽപ്പ് ബേർഡ്സ് ഇൻ ഗ്യാതറിംഗ് ഫുഡ്. അപ്പോൾ ഈ കൊക്കുകളും ഈ കാലുകളും എങ്ങനെയാണ് ഇവരെ ഇര പിടിക്കാൻ സഹായിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാം. അടുത്തെന്താ പറയുന്നത്? ബേർഡ്സ് ആൻഡ് ദ എൻവയൺമെൻറ്റ്, അതായത് പക്ഷികളും ചുറ്റുപാടും. യു ഹാവ് ലേൺ ദ ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഈ പക്ഷി ലോകത്തിലെ വ്യത്യാസങ്ങൾ, പക്ഷികൾ തമ്മിലുള്ള പല വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ബേർഡ്സ് ആഡ് ബ്യൂട്ടി ടു ആർ സറൗണ്ടിങ്സ്. പക്ഷികൾ നമ്മളെ പ്രകൃതിക്കും ചുറ്റുപാടിനൊക്കെ നല്ല ഭംഗി പകരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് നല്ല സന്തോഷമായിരിക്കും കാണുമ്പോൾ. ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ലുക്ക് അറ്റ് ദം. അവനെ മറ്റ് ചില കാര്യത്തിലും നമുക്ക് ഈ പക്ഷികളെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രേയിങ് ബേർഡ്സ് ലൈക്ക് ഔൾ ആൻഡ് ഈഗിൾ പ്രിവെൻറ്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ്. ഈ പ്രേയിങ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇര പിടിക്കുന്ന പക്ഷികൾ, ഔൾ, കൂമൻ, ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി കൂമൻ, പിന്നെ ഈഗിൾ, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ എലീനൊക്കെ നല്ലോണം പിടിച്ച് കഴിക്കും. അപ്പോൾ ഇത്
പെറ്റ് പെരുകി വളരുന്നത് ഒന്ന് കൺട്രോൾ ആവും. ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ, ഒരു സ്ഥലത്തുള്ള ഒരു മരത്തിൻ്റെ പഴവും അതിൻ്റെ കുരുവൊക്കെ വേറൊരു സ്ഥലത്ത്, ദൂര സ്ഥലത്ത് എത്തും. അതെങ്ങനെയാണ്? ഈ പക്ഷി പഴം തിന്നുമ്പോൾ ഇതിൻ്റെ കുരുവും വിഴുങ്ങും. പക്ഷെ കുരു ദഹിക്കില്ല. എന്നിട്ട് ഈ പക്ഷി ദൂര സ്ഥലത്ത് പോയിട്ട് കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിൻ്റെ കൂടെ ഈ കുരു അവിടെ വീഴും, ഈ മരം അവിടെ മുളയ്ക്കും. അപ്പോൾ അങ്ങനെ ദൂരെ പോയിട്ട് ഈ മരം മുളയ്ക്കും. പിന്നെ എന്താ ചെയ്യുക? കൺട്രോൾ പെസ്റ്റ്. ഇങ്ങനത്തെ കീടങ്ങൾ, ചെടികളിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഈ പക്ഷികൾ തിന്ന് കൺട്രോൾ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഈ പക്ഷികൾ നമ്മളെ പ്രകൃതിയെ സഹായിക്കുന്നത്. പേജ് നമ്പർ 44. ഇവിടെ എന്താ പറയുന്നത്? The number of birds that are beneficial to the environment is decreasing. What could be the reason for this? ഇവിടെ എന്താ പറയുന്നത്? നമ്മളെ എൻവയൺമെൻറ്റ്, പരിസ്ഥിതിക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള ബേർഡ്സൊക്കെ ഇല്ലാതാവുകയാണ്, വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഒരു കാരണം കൊടുത്തിട്ടുണ്ട്. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അമിതമായ കീടനാശിനിയുടെ ഉപയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെയും കുറേ കാരണങ്ങളുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു കോളത്തിൽ പ്രത്യേകമായി കൊടുത്തൊരു കാര്യം കണ്ടോ? ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ബേർഡ്സ്. അപ്പോൾ ബേർഡ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളുടെ കടമയാണ്. ഇവിടെ അങ്ങാടിക്കുരുവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ കുരുവികൾ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർസ് നെസ്റ്റ് ഫോർ ഹൗസ് സ്പാരോസ്. ഹൗസ് സ്പാരോ എന്ന് പറയും, അല്ലെ അങ്ങാടിക്കുരുവി എന്ന് പറയും. ഇവിടെ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ഇതാ കൊടുത്തത്. പാലക്കാട്, ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് എ സ്കീം നെസ്റ്റ് ഫോർ എ ബേർഡ് ഫോർ അങ്ങാടിക്കുരുവി ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ബേർഡ്. അപ്പോൾ ഈ പക്ഷികൾ ഇപ്പം വംശനാശം വന്നോ അല്ല വന്നുകൊണ്ടിരിക്കുകയെന്ന്, വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർക്കായിട്ട് നമ്മൾ കൂടൊരുക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, അതായത് എനിക്ക് 15-20 വയസ്സൊക്കെ ഉള്ളപ്പം ഈ പക്ഷി വളരെ സുലഭമായിട്ട് ടൗണിൽ കാണുന്നതാണ്. പക്ഷേ ഇപ്പം എനിക്ക് 60 വയസ്സായി. ഒരു 40 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പക്ഷികളില്ല ഇപ്പം. അതിന് പല കാരണങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ അങ്ങാടിയിൽ ചാക്ക് അരികളൊക്കെ ഒരു വണ്ടിയിൽ നിന്ന് വേറെ വണ്ടിയിൽ കയറ്റുമ്പോൾ ഒക്കെ അതിൻ്റെ അകത്ത് നിന്ന് തൊഴിഞ്ഞ് വീഴുന്ന അരികളൊക്കെ ഇവർ പെറുക്കി തിന്നു. പിന്നെ നമ്മൾ പണ്ടത്തെ അരിക്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കായിട്ട് ഇങ്ങനെ തുറന്നിട്ടാണ് വെക്കുക അരിയൊക്കെ. നമുക്കിങ്ങനെ പോയി നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവർക്കും അത് എളുപ്പമാണ്, വരിക, കൊത്തി പോവുക. അങ്ങനെ ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നവർക്ക്. പിന്നെ ബിൽഡിങ്സൊക്കെ ഇപ്പം കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി. പണ്ട് ഓട് വീടും ഓലപ്പുര അങ്ങനത്തെ ഒക്കെ ആകുമ്പം അതിലൊക്കെ ഗ്യാപ്പുകളും പല സാഹചര്യം ഇവർക്ക് കൂട് കൂട്ടി താമസിക്കാനും മുട്ട വിരിയിച്ച് പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ബിൽഡിങ്സായി, എല്ലാം കോൺക്രീറ്റായി. ഒരു സ്ഥലത്ത് കൂട് കെട്ടാൻ പറ്റുന്നില്ല. ഈ ബിൽഡിംഗ് കോൺക്രീറ്റ് വരുമ്പോൾ മരങ്ങൾ മുറിച്ചു പോകുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് കൂട് കെട്ടാൻ സാഹചര്യമില്ല. അപ്പോൾ ഇവർക്ക് പെരുകാനുള്ള, മുട്ടിട്ട് വിരിഞ്ഞ് പെരുകാനുള്ള സാഹചര്യങ്ങൾക്ക് ഇല്ലാതായി. അങ്ങനെ ഇവർ മാറിപ്പോവുകയാണ് ആ സ്ഥലത്തു നിന്ന്. ചിലപ്പം ചത്തുപോകും, വംശനാശം വന്നു പോകും. പെരുകി കുട്ടികളായി ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതെ ആ വംശത്തിന് നാശം വന്നു പോകും. അല്ലെങ്കിൽ ഇവർ സ്ഥലം മാറിപ്പോകും. അങ്ങനെയാണ് ഇത് കാണാതാവുന്നത്. ഓക്കെ, നമുക്കിനി മുന്നോട്ട് നോക്കാം. വൈൽ വി വാച്ച് ബേർഡ്സ്. അപ്പം ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ഹോബിയാണ്. പലരും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? വി കം അക്രോസ് സെവറൽ അമേസിംഗ് ഫാക്ട്സ് വൈൽ വാച്ചിങ് ബേർഡ്സ്. നമ്മൾ ഒരു പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ആർ ദ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ വാച്ചിങ് ദം. അങ്ങനെ ബേർഡ് വാച്ചിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ. അത് നിങ്ങൾ ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ യുവർ എൻവയൺമെൻറ്റ്. അങ്ങനെ എൻവയൺമെൻറ്റ് ഡയറി. അപ്പോൾ ഡയറിയിൽ അതൊക്കെ എഴുതുക. എന്താ എഴുതേണ്ടത്? വാട്ട് വുഡ് യു ഇൻക്ലൂഡ് ഇൻ ദ നോട്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നോട്ട് സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് വേണം, ടൈം വേണം, നെയിം ഓഫ് ബേർഡ് വേണം, പ്ലേസ് വേർ ഇസ് സീൻ, ഏതൊരു സ്ഥലത്താണ് കാണുന്നത് വേണം. പിന്നെ അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ കൊക്ക്, കാല്, കളറ്, ടെയിൽ, സൈസ്, സൗണ്ട് ഒക്കെ നോട്ട് ചെയ്യണം. അപ്പം അതാണ് ഓരോ ബേർഡ് വാച്ചിങ്ങിന് ഇരുന്ന് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബേർഡ് വാച്ചിങ്. ബേർഡ്സ് വി റെയർ, പേജ് 45. ഇവിടെ REAR എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ RIR എങ്ങനെ പ്രൊണൗൺസ് ചെയ്യും അതുമാതിരി ചെയ്യണം.
റിയർ. REAR, റിയർ എന്ന് പറയുകയാണെങ്കിൽ അത് അർത്ഥം മാറി പിൻഭാഗമായി മാറും. ഇത് RIR, റിയർ. ബേർഡ്സ് വി റിയർ. റിയർ എന്ന് പറഞ്ഞാൽ വളർത്തുക. ഓക്കെ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ്, നെയിം ദം. ഈ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ എഴുതാൻ പറയുന്നുണ്ട്. വൈ ഡു വി റിയർ ബേർഡ്സ് ഇൻ അവർ ഹോംസ്? നമ്മളെ വീട്ടിൽ എന്തിനാണ് പക്ഷികളെ വളർത്തുന്നത്? ഒരു റീസൺ അവിടെ കൊടുത്തത് ഫോർ ഫാൻസി. മറ്റ് കാരണങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. വി ലേൺഡ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഓഫ് ബേർഡ്സ്. നമ്മൾ ഈ പക്ഷി ലോകത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പഠിച്ചു നമ്മൾ. ബട്ട് ദർ ആർ എ ലോട്ട് മോർ ടു എക്സ്പ്ലോർ. വീണ്ടും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുണ്ട്. ക്യാൻ യു തിങ്ക് ഓഫ് സം മോർ? അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാമോ? നമുക്ക് മുന്നോട്ട് ആലോചിക്കാം. ബേർഡ്സ് മേക്ക് our world so beautiful. Can you imagine a world without birds? ഈ പക്ഷികൾ നമ്മൾ ഈ ലോകത്ത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്, ഒരു മനോഹരമായ ഒരു സ്പീഷീസാണ്. നമുക്ക് ഏറ്റവും നല്ല സന്തോഷവും തരുന്നൊരു, മനസ്സിന് നല്ല സമാധാനമായിരിക്കും നമുക്ക് ഈ പക്ഷികളെ കുറേ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതില്ലാത്തൊരു വേൾഡിനെ കുറിച്ച്, ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എനിവേ, ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിതിൻ്റെ ഡിസ്കഷൻസിലേക്ക് കിടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ലെസൻ്റെ അവസാനം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഈ പേജിൽ 40ാമത്തെ പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? അതായത് പക്ഷികളുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഹാവ് ഫെദേഴ്സ് ഓൺ ദ ബോഡി എന്ന് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ലേ എഗ്സ് എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആദ്യം തന്നെ ഫെദേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഫെദേഴ്സ് എന്താണ്? എ കീ ഫീച്ചർ ഓഫ് ബേർഡ്സ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷികൾക്ക് തൂവലുണ്ടെന്നുള്ളത്. ഫെദേഴ്സ് പ്രൊവൈഡ് ഇൻസുലേഷൻ ആൻഡ് ലിഫ്റ്റ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ ഈ തൂവലുകൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും, ഇൻസുലേഷൻ. പിന്നെ ലിഫ്റ്റ് ഫോർ ഫ്ലൈറ്റ്, അതായത് പറന്നുയരാൻ കൂടെ ഈ തൂവലുകൾക്ക് സഹായിക്കും. പിന്നെന്താണ്? വിങ്സിനെ പറ്റി പറയുന്നത്. ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ് ബട്ട് നോട്ട് ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. അപ്പോൾ എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്, പക്ഷേ എല്ലാ പക്ഷികൾക്കും പറക്കാൻ സാധിക്കില്ല. പിന്നെന്താ പറയുന്നത്? അവരുടെ മുട്ട, ഹാർഡ് ഷെൽഡ് എഗ്സ്. ഈ അവരുടെ മുട്ടയൊക്കെ ഹാർഡ് ഷെല്ലായിരിക്കും, അതിൻ്റെ മുട്ടത്തോട് കുറച്ച് നല്ല ഉറപ്പുള്ളതായിരിക്കും. ഹോളോ ബോൺസ്, അവരുടെ എല്ലുകൾ ഉൾവശം ഹോളോ ആയിരിക്കും, അതായത് മജ്ജ ഉണ്ടാവില്ല. നമ്മുടെ മൃഗങ്ങളുടെയൊക്കെ എല്ലിൻ്റെ അകത്ത് മജ്ജയുണ്ട്, ഈ പക്ഷികൾക്ക് അത് ഉണ്ടാവില്ല. പിന്നെ പൊതുവെ ബോണിന് വെയിറ്റും കുറവായിരിക്കും. പിന്നെന്താ പറയുന്നത്? വാം ബ്ലഡഡ് ബേർഡ്സ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ റിഗാർഡ്ലെസ് ഓഫ് ദ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. അതായത് ഈ പുറമേയുള്ള ടെമ്പറേച്ചർ എന്തായാലും അകത്ത്, ബോഡിയുടെ അകത്ത് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഈ പക്ഷികൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ പറയുന്നത് ബൈപെഡൽ ലോക്കോമോഷൻ, അതായത് 2 കാലിലാണ് എപ്പോഴും നടക്കുക. ലാർജ് ഫ്ലാറ്റ് ബ്രസ്റ്റ് ബോൺ, അതായത് അവരുടെ ചെസ്റ്റിൻ്റെ ബോണ് നല്ല വലുതും നല്ല ഫ്ലാറ്റും ആയിരിക്കും. 4 ചേംബേർഡ് ഹാർട്ട്, അവരുടെ ഹൃദയം 4 അറകളുള്ളതാണ്. എൻഡോതേർമിക് എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ദർ ബോഡി ടെമ്പറേച്ചർ ഇന്റേണലി. ഇതാ പറഞ്ഞത്, പുറത്ത് ടെമ്പറേച്ചർ എന്തായാലും ഉള്ളിൽ അത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും, ക്രമീകരിക്കും. ലോ ബോഡി വെയ്റ്റ്, അവരുടെ ബോഡി വെയ്റ്റ് വളരെ ചെറുതായി, ലോ ആയിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അത് ഫ്ലൈറ്റിന് വളരെ ഈസി ആയിരിക്കും. പിന്നെ ലേ എഗ്സ്, അത് നമ്മൾ നേരത്തെ വായിച്ചു, എല്ലാ ബേർഡ്സും ലേ എഗ്സ്. സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, സെൻസിറ്റീവ് സ്കിൻ ദാറ്റ് അലൗസ് ദം ടു ഫീൽ പ്രഷർ, ഹീറ്റ് ആൻഡ് കോൾഡ്. അതായത് പുറമെയുള്ള ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ, അതായത് ചൂടാണെങ്കിലോ തണുപ്പാണെങ്കിലോ അതേമാതിരി മർദ്ദം, പ്രഷർ, അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വേഗം മനസ്സിലാക്കാൻ ഈ ബേർഡ്സിൻ്റെ സ്കിന്നിന് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽസ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പേജ് 41 പറയുന്നത്, ചോദിക്കുന്നത്, മെൻഷൻ ദ നെയിംസ് ഓഫ് ദ ബേർഡ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണപ്പെടുന്ന ചില പക്ഷികളുടെ പേര് പറയാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത് ഗ്രേറ്റ്
കുക്കൽ ബേർഡ്, അതായത് ചെമ്പോത്ത് എന്ന് പറയും, ഉപ്പെന്ന് ഒക്കെ പറയും. പിന്നത്തത് റെഡ് വിസ്കേർഡ് ബുൾബുൾ. ഓക്കെ. പിന്നെ സാധാരണ കണ്ട മൈന, മീൻ കുത്തിപ്പൊന്മ, കാക്ക, പുള്ളിക്കുയിൽ, പിന്നെ റൂഫസ് ട്രീ പായ്, വുഡ് പെക്കർ മരം കൊത്തി, തത്ത പാരറ്റ്, പിജൻ പ്രാവ്, കൈറ്റ് പരുന്ത്, ബ്രഹ്മണി കൈറ്റ് അല്ലെങ്കിൽ കൃഷ്ണപ്പരുന്ത്. ബ്രഹ്മണി കൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, കൃഷ്ണപ്പരുന്ത് എന്ന് കൂടെ നമ്മൾ കോമൺ ആയിട്ട് പറയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പക്ഷികളെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഓക്കെ, ശരി. പേജ് 41 വീണ്ടും ഒരു ചോദ്യം. വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എവിടെയൊക്കെയാണ് പക്ഷികൾ കൂട് കൂട്ടുക? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ ഹോൾസ് ഓൺ ട്രീ ട്രങ്ക്സ്, ഇൻ ബറോസ്. അപ്പം മരത്തിൻ്റെ മേലെയുള്ള ചില പൊത്തുകളിൽ, മറ്റു ചില പൊത്തുകളിൽ. ഓക്കെ. പിന്നെ വേറൊരു ചോദ്യം, വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? ഇൻ ഹോൾസ് ഓൺ ട്രീ ട്രങ്ക്സ്, അതായത് മരത്തിൻ്റെ ട്രങ്ക് തടീൻ്റെ മേലെയുള്ള ഹോൾസിൽ, ബറോസിൽ. പിന്നെ ഇൻ ബറോസ്, മറ്റ് കുറേ മാളങ്ങളിൽ, മൺതിട്ടകളിലൊക്കെ ഉണ്ടാകുന്ന മാളങ്ങളിൽ. ഓൺ ദ ഗ്രൗണ്ട്, ചിലപ്പോൾ ചില കൃഷി സാധാരണ നിലത്ത് ചെയ്യും. പിന്നെ ഇൻ ബ്രാഞ്ചസ് ഓഫ് ട്രീ, മരക്കൊമ്പുകളിൽ, ചില്ലകളിൽ. പിന്നെ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്, നദിക്കരകളിൽ. പിന്നെ ഇൻ ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ്, അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്ന വീട്, വീട്ടിൻ്റെ സൈഡിലും അവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു കൂടുണ്ടാക്കി വെച്ചു കൊടുത്താൽ ആ കൂട്ടിൽ വന്ന് ചില പക്ഷികൾ കൂടുണ്ടാക്കും, നമ്മളൊരു പെട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. അപ്പം ഇങ്ങനെ പല പല സ്ഥലത്താണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ടു പ്രൊവൈഡ് എ സേഫ് പ്ലേസ് ഫോർ ലേയിങ് എഗ്സ് ആൻഡ് റേസിംഗ് ദ യങ് വൺസ്. അപ്പോൾ ഈ മുട്ടിടാനും ആ കുഞ്ഞുങ്ങളെ വിരിയിച്ച് വലുതാക്കുവാനുള്ള ഒരു സേഫ് പ്ലേസിന് വേണ്ടിയിട്ട് കൂടുണ്ടാക്കുന്നു. പിന്നെ ടു പ്രൊട്ടക്ട് എഗ്സ് ആൻഡ് ചിക്സ് ഫ്രം പ്രിഡേറ്റേഴ്സ് ആൻഡ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ. പിന്നെ ഈ കുഞ്ഞുങ്ങളെയും മുട്ടേനെയും ഒക്കെ പ്രിഡേറ്റേഴ്സ്, അതായത് മറ്റുള്ള ജീവികൾ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ വെതർ കണ്ടീഷൻ, മഴ അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ കൂടുണ്ടാക്കും. ഹെൽപ്സ് ഇൻക്യുബേറ്റിംഗ് ബേർഡ്സ് മെയിൻറ്റെയിനിങ് ദ ഐഡിയൽ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഫോർ ദ എഗ്സ്. അപ്പോൾ ഈ മുട്ടയ്ക്ക് വേണ്ടുന്ന കറക്റ്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കൂട് സഹായിക്കും. പ്രൊവൈഡ്സ് എ സേഫ് എൻവയൺമെൻറ്റ് ഫോർ ദ യങ് ബേർഡ്സ് ടു ഗ്രോ. പിന്നെ പക്ഷികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് പറക്കാൻ ആകുന്നത് വരെയുള്ള ഒരു ടൈമിന് ഇവർക്കുള്ളൊരു സേഫ് എൻവയൺമെൻറ്റ്, ഒരു സേഫായിട്ടുള്ള ചുറ്റുപാട് ആയിരിക്കും ഈ കൂട്. അപ്പം ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പക്ഷി കൂടുണ്ടാക്കുന്നത്. ഇവിടെ ഒരു വേഴാമ്പൽ അതിൻ്റെ ഫീമെയിൽ പാർട്ട്ണർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേഴാമ്പൽ, ഹോൺബിൽ, അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹോൺബിൽസ് ആർ സെക്കൻഡറി കാവിറ്റി നെസ്റ്റേഴ്സ്. അവരെ സെക്കൻഡറി കാവിറ്റി നെസ്റ്റേഴ്സ് എന്നാണ് പറയുക. മീനിങ് ദേ യൂസ് എക്സിസ്റ്റിംഗ് ഹോൾസ് ഇൻ ട്രീസ്. അതായത് ഓൾറെഡി മരങ്ങളിലൊക്കെയുള്ള പൊത്തുകളൊക്കെയാണ് ഇവർ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുക. ഹിയർസ് ഹൗ ദേ ടിപ്പിക്കലി ബിൽഡ് ദേ നെസ്റ്റ്. അപ്പോൾ ഇവരെങ്ങനെ ഈ കൂടുണ്ടാക്കുന്നതെന്ന് നമുക്ക് താഴോട്ട് നോക്കാം. ആദ്യം അവരെന്ത് ചെയ്യും? പറ്റിയൊരു ഹോൾ കണ്ടുപിടിക്കും. ഫീമെയിൽ ഹോൺബിൽ ലുക്സ് ഫോർ എ ഹോൾ ഇൻ എ ട്രീ ടു യൂസ് ആസ് എ നെസ്റ്റ്. അപ്പോൾ അത് ഫീമെയിൽ ബേർഡിൻ്റെ പണിയാണ് ആ സ്ഥലം കണ്ടുപിടിക്കുക. എ നാച്ചുറൽ ഹോൾ ഇൻ എ ട്രീ, അതായത് അത് പ്രകൃതിപരമായിട്ട് അങ്ങനെ ഒരു ഹോൾ ഉണ്ടായതായിരിക്കും. അല്ലെങ്കിൽ ഈ മരക്കൊത്തി പക്ഷി അല്ലെങ്കിൽ അങ്ങനത്തെ പൊത്ത് ഉണ്ടാക്കുന്ന വേറെ പക്ഷികളൊക്കെ ഉണ്ട്. അത് കൂട്ടിൽ മുട്ടയിട്ട് വിരിഞ്ഞ് പോയ കൂടുകളും പൊത്തുകളൊക്കെ ഒഴിഞ്ഞു കിടക്കും. അത് സെലക്ട് ചെയ്യാൻ വരും. എന്നിട്ട് ഇവരെങ്ങനെയാണ് ചെയ്യുക? ഫീമെയിൽ ആൻഡ് ഹെയർ മെയ്ഡ് വർക്ക് ടുഗെദർ ടു സീൽ ദ ഹോൾ വിത്ത് ഡ്രോപ്പിംഗ്സ് ആൻഡ് മഡ് ലീവിങ് ഓൺലി എ നാരോ സ്ലിറ്റ്. അപ്പോൾ ഈ മെയിലും ഫീമെയിലും കൂടെ എങ്ങനെ ഉണ്ടാക്കുക? ഈ പൊത്ത് ചിലപ്പോൾ വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ വായ് ഭാഗം, അങ്ങോട്ട് കടക്കുന്ന ഭാഗം ഇവരെ ഡ്രോപ്പിങ്സ്, അവരിവിടെ കാഷ്ടവും മണ്ണും എല്ലാം കൂടെ കുഴച്ചിട്ട് ഇങ്ങനെ അതിനെ അടച്ചെടുക്കും. അതിങ്ങനെ ചെയ്ത് സീൽ ചെയ്തിട്ട് ഒരു സ്ലിറ്റ് മാത്രമേ പുറത്ത് കാണുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ദ ഫീമെയിൽ റിമെയിൻസ് ഇൻ ദ ഹോൾ. ഈ പെൺപക്ഷി ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പിന്നെ ഇത് സീൽ ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യും, റിലൈങ് ഓൺ ദ മെയിൽ ടു ബ്രിങ് ഹെർ ഫുഡ്. അപ്പം ഇത് ആ മെയിൽ പക്ഷിനെ വിശ്വസിച്ചാണ് ഇത് ചെയ്യുന്നത്. അൺടിൽ ദ ചിക്സ് ആർ ഹാഫ് ഡെവലപ്ഡ്. ഈ പക്ഷി കുഞ്ഞുങ്ങൾ പകുതി വിരിയുന്നത് വരെ ഈ ഫീമെയിൽ ഈ കൂട്ടിനകത്ത് തന്നെ ഉണ്ടാവുക. ഡ്യൂറിങ് ദിസ് പീരീഡ് ഫീമെയിൽ ലൂസസ് ഓൾ ഹെർ ഫ്ലൈറ്റ് ഫെദേഴ്സ്. അപ്പോൾ ഈ പീരീഡിൽ ഈ ഫീമെയിൽ പക്ഷീൻ്റെ എല്ലാ പറക്കുന്ന ചിറകിൽ പറക്കുന്ന ഫെദേഴ്സൊക്കെ, തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോകും. മെയിൽ കണ്ടിന്യൂസ് ടു ബ്രിങ് ഫുഡ് ടു ഫീമെയിൽ ഹു ഫീഡ്സ് ദ ചിക്സ്. അപ്പോൾ ഈ പക്ഷി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരു പക്ഷി കുഞ്ഞുങ്ങൾ ഹാഫ് ഡെവലപ്പ് ആവുന്നത് വരെ ഈ അമ്മ പക്ഷി കൂട്ടിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ അമ്മ പക്ഷി പുറത്തേക്ക് വരും. ഈ സീൽ ചെയ്തത് മണ്ണ് പൊട്ടിച്ചിട്ട് പുറത്ത് വരും. എന്നിട്ട് ഈ അമ്മ പക്ഷീനെയും ഈ കുട്ടികളെ ഒക്കെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? ഈ മെയിൽ പക്ഷിയാണ്. അപ്പോൾ ഇതൊരു ചെറിയ പ്രത്യേകതയാണ് ഈ ഹോൺബില്ലിനെ പറ്റിയിട്ട്, വേഴാമ്പലിനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പേജ് 42. ഇവിടെ 2 ചോദ്യം ഇവിടെ കാണാം. ആർ ഓൾ ബേർഡ്സ് സീൻ ഡ്യൂറിങ് ഓൾ സീസൺസ്? വൈ ആർ ദേ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ്? ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഈ പേജിൽ നമുക്ക് കാണാം. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്താ പറയുന്നത്? നോ, വി ഡു നോട്ട് ഒബ്സർവ് ഓൾ ദ ബേർഡ്സ് ഇൻ ഓൾ സീസൺസ് ബിക്കോസ് സം ബേർഡ്സ് മൈഗ്രേറ്റ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ഡ്യൂറിങ് സ്പെസിഫിക് സീസൺസ്. അപ്പോൾ എന്താണ് അതിന് കാരണം കാണാത്തതിന്? ചില സ്പെസിഫിക് സീസൺസിൽ, ചില പ്രത്യേക സീസൺ കാലങ്ങളിൽ ഇവർ വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോകും. അതുകൊണ്ടാണ് എല്ലാ സീസൺസിലും ഒരു സ്ഥലത്ത് എല്ലാ പക്ഷികളെയും കാണാത്തത്. പിന്നെ അടുത്ത ചോദ്യം ഉണ്ട്, വൈ ആർ ദേ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ്? അങ്ങനെ എന്തുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്? ബിക്കോസ് ബേർഡ്സ് ആർ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ് ബിക്കോസ് ദേ മൈഗ്രേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഫുഡ് അവൈലബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, നെസ്റ്റിംഗ് ആൻഡ് ബ്രീഡിംഗ് കണ്ടീഷൻസ്. അപ്പം ഇവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകുന്ന എന്തിനാണ്? ഫുഡിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട്, കാലാവസ്ഥേൻ്റെ മാറ്റം, പിന്നെ ചില സ്ഥലത്ത് പോയി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അത് പറക്കാറാവുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂട്ടി ഈ ഇതിൻ്റെ ഒറിജിൻ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയും ചില സ്ഥലങ്ങൾ. അപ്പോൾ ഇന്ന് കുറേ കണ്ടീഷൻസ് അനുസരിച്ചാണ് ഈ പക്ഷികൾ പല പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോയിട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ, അടുത്ത ഇവിടെ മഞ്ഞക്കിളീനെ പറ്റി പറയുന്നുണ്ട്, ഗോൾഡൻ ഓറിയോലെ. ഈ ഗോൾഡൻ ഓറിയോലെ 3 ടൈപ്പ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ ഇവിടെ കാണുന്നതാണ് യൂറേഷ്യൻ ഗോൾഡൻ ഓറിയോലെ. അതായത് യൂറോപ്യൻ കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലൊക്കെ ആയിട്ട് കാണുന്നത്. അതിൽ ഇന്ത്യയിൽ കാണുന്ന ടൈപ്പ് പക്ഷിയാണ് ഈ മഞ്ഞക്കിളി. പിന്നെ കാണുന്നത് ആഫ്രിക്കൻ ഗോൾഡൻ ഓറിയോലെ. ആഫ്രിക്കൻ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ അത് ആഫ്രിക്കൻ കൺട്രീസിൽ കാണുന്ന ടൈപ്പ് ഓഫ് പക്ഷികൾ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഗോൾഡൻ ഓറിയോലെ നമുക്ക് പിക്ചേഴ്സിൽ കൂടെ കണ്ടു മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ പേജ് 42 വീണ്ടും ഒരു ചോദ്യമുണ്ട്, വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനേബിൾ ദീസ് ബേർഡ്സ് ടു മൂവ് ആൻഡ് ടു ക്യാച്ച് പ്രേ? ഈ കാണുന്ന 6 പക്ഷികൾ, 6 ചിത്രം കാണുന്നില്ലേ, ഈ പക്ഷികൾക്കൊക്കെ ഈ ഇര പിടിക്കാനും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങി പോകാനുള്ളൊക്കെ കഴിവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ചിത്രം ലോങ് ബിൽഡ് ഖൂലി എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. അതിനെന്താ സവിശേഷത? നീളമുള്ള ബീക്കുണ്ട്, അതേപോലെ കുറച്ച് നീളമുള്ള കാലുകളുണ്ട്. അപ്പം ഒരുവിധം ഷാലോ വാട്ടേഴ്സിൽ അതിനെ മീനിനെ പിടിക്കാൻ സഹായിക്കും. പിന്നെ അടുത്തത് പെയിൻറ്റഡ് സ്റ്റോക്ക്. പെയിൻറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഇതേപോലെ നീളമുള്ള കൊക്കുകളുള്ള പക്ഷിയാണ്. അത്യാവശ്യം നീളമുള്ള കാലുണ്ടാവും ഇതിന്. ആഴം അത് വളരെ ഇല്ലാത്ത വെള്ളങ്ങളിൽ നിന്നൊക്കെ മീനിനെ പിടിച്ച് ഭക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്ന പക്ഷിയാണിത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് ഈസ് ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡിന് ഇതേപോലെ നല്ല സൂചി പോലത്തെ കുറച്ച് നീളമുള്ള ബീക്കുണ്ട്. പിന്നെ നല്ല സ്പീഡിൽ പറക്കാൻ പറ്റും. അതേമാതിരി പറന്നുകൊണ്ട് ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറക്കാൻ പറ്റും. അതേമാതിരി നീളമുള്ള പൂവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തേൻ കുടിക്കാനുള്ള കഴിവുണ്ട് അതിന്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രോൺസ് വിങ്ഡ് ജക്കാന. ബ്രോൺസ് വിങ് എന്ന് പറഞ്ഞാൽ ഓട് നിറം. നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റലാണ് ഓട്. ഓടിന് നിറമുള്ള ചിറകുള്ള ഒരു ജക്കാന എന്ന് പറഞ്ഞൊരു വാട്ടർ ബേർഡാണിത്. അതിൻ്റെ കാലുകൾ കണ്ടില്ലേ, വലിയ നീണ്ട വിരലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പായൽ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഈസി ആയിട്ട് വെള്ളത്തിൻ്റെ മേലെ കൂടെ അങ്ങ് നടന്നു പോകും. ഈ പായലിൽ ചവിട്ടിയാൽ ആടിന് പോകില്ല. അങ്ങനെ ഇര പിടിച്ച് ജീവിക്കുന്ന ഒരു ബേർഡാണിത്. പിന്നെ അടുത്തത് ഫ്ലൈയിങ് ഡക്ക്. സാധാരണ ഡക്കിന് പറക്കാൻ പറ്റില്ല, പക്ഷേ ഇത് കുറച്ച് ചെറിയ സൈസായിരിക്കും. കുറച്ച് ദൂരം വരെ പറന്നു പോകാനൊക്കെ പറ്റും.
നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ചില ബേർഡ്സ്, ഈ ചില വെറൈറ്റി ഓഫ് ഡക്സ് ഒക്കെ മൈഗ്രേഷൻ ചെയ്ത് പോയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫ്ലൈങ് ഡക്ക്. പിന്നത്തെ പക്ഷിയുടെ പറയുന്ന പാരറ്റിന് എന്താണ് സവിശേഷത എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ബീക്കാണ്. നട്ട്സൊക്കെ പൊട്ടിച്ച് തിന്നാൻ പറ്റും. നല്ല സ്ട്രോങ് ബീക്കാണ്. വളരെ സ്പീഡായിട്ട് പറക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളൊരു പക്ഷിയാണിത്. അപ്പോൾ ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 6 പക്ഷികളും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ തന്നത്. 42nd പേജിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ഷേപ്പ്, സൈസ്, ലെഗ്സ്, വിങ്സ് എക്സെട്ര ഹെൽപ്പ് ബേർഡ്സ് ടു ഫ്ലൈ? ഇവിടെ എന്താ പറയുന്നത്? ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈൻ ബോഡി, എ സ്ലീക്ക് എയറോഡൈനാമിക് ബോഡി മിനിമൈസസ് എയർ റെസിസ്റ്റൻസ് അലാവിങ് ഫോർ സ്മൂത്ത് ഫ്ലൈറ്റ്. അപ്പം എയറോഡൈനാമിക് ബോഡിയാണ്. എയറോഡൈനാമിക് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷീനൊക്കെ കണ്ടിട്ടില്ലേ, തലഭാഗം ചെറുതായിരിക്കും, ബോഡി പിന്നെ കുറച്ച് വലുത്, അങ്ങനെ സ്മൂത്ത് ആയിട്ട് പിന്നോട്ടും ചെറുതായി വരും. ആ ഒരു ഷേപ്പിനാണ് എയറോഡൈനാമിക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? പറന്നു പോകുമ്പം എയർ റെസിസ്റ്റ് ചെയ്യും, വായു തടസ്സം ഉണ്ടാവാതെ സ്മൂത്ത് ഫ്ലൈറ്റിന് സഹായിക്കും. പിന്നെ ലൈറ്റ് ബോൺസ്, ഈ എല്ലുകളൊക്കെ ഹോളോ ആയിരിക്കും. ഹോളോ ബോൺസ് റെഡ്യൂസസ് ദ ബേർഡ്സ് ഓവറോൾ വെയിറ്റ് മേക്കിംഗ് ഫ്ലൈറ്റ് ഈസിയർ. അങ്ങനെ ഈ എല്ലിൻ്റെ ഉള്ളിൽ നമുക്കുള്ള മാതിരി മജ്ജ ഉണ്ടാവില്ല, ഫ്രീ ആയിരിക്കും, ഹോളോ ആയിരിക്കും, എയർ ആയിരിക്കും അതിൽ, അതുകൊണ്ട് വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതും ഫ്ലൈറ്റിന് ഈസി ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ലെഗ്സ് എങ്ങനെയാ? പവർഫുൾ മസിൽസ് ആർ യൂസ് ടു ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് പ്രൊവൈഡിങ് ദ ഇനീഷ്യൽ ത്രസ്റ്റ് നീഡഡ് ടു ഗെറ്റ് എയർബോൺ. അപ്പം പറക്കാൻ സഹായിക്കുന്ന, അതായത് തുടങ്ങാൻ വേണ്ടിയിട്ട് ചവിട്ടി പൊങ്ങാനായിട്ട് സഹായിക്കുന്ന നല്ല സ്ട്രോങ് മസിൽസ് ഉള്ള കാലുകളുണ്ടായിരുന്നു. പിന്നെ വിങ്സിനെ പറ്റി പറയുന്നത് എന്താ? എയർഫോയിൽ ഷേപ്പ്, the curved upper surface and flat lower surface of the wing create a pressure difference when air flows over it, generating lift. അപ്പോൾ ഈ വിങ്സിൻ്റെ പ്രത്യേക ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിനാണ് പറയുന്നത് എയർഫോയിൽ ഷേപ്പ്. അതെന്താണ്? ഒരു പ്രത്യേക വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന എയർ പ്രഷറിൻ്റെ ഡിഫറൻസ് ആണ് ഇതിനെ വീണ്ടും പറക്കും തോറും പൊന്തി പോകാനും മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുന്നത്. പിന്നെ ഫെദേഴ്സിൻ്റെ സ്ട്രക്ചർ. Feathers on the wings provide a large surface area for capturing air and maximizing lift. അപ്പോൾ ഈ ഫെദേഴ്സിനെ ക്രമീകരിച്ച് ഒരുക്കിയിരിക്കുന്നത് ആ രീതിയിലാണ്. മാക്സിമം എയർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും നമ്മൾ അത് ചിറകടിക്കുമ്പോൾ. അപ്പോൾ അത് മുന്നോട്ട് തള്ളി പോകാനുള്ളൊരു ഫോഴ്സ് കിട്ടും അതിന്. പിന്നെ വിങ് സ്പാൻ, അതായത് ചിറകിൻ്റെ വലിപ്പം. വിഡ്ത്ത് ഓഫ് ദ വിങ്സ് ഹെൽപ്പ് വിത്ത് സ്റ്റെബിലിറ്റി ഡ്യൂറിങ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഒരു പക്ഷിക്ക് അതിൻ്റെ ശരീരത്തിന് ഒത്ത വീതിയും നീളവുമുള്ള വിങ്സ് ഉണ്ട്. അപ്പോൾ അതും പറക്കാൻ നല്ലോണം സഹായിക്കും. പിന്നെ ടെയിൽ എന്താ സഹായിക്കുന്നത്? സ്റ്റിയറിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടോ തിരിയണമെങ്കിൽ എ ബേർഡ്സ് ടെയിൽ ഫെദേഴ്സ് ആക്ട് ലൈക്ക് എ റഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാകുന്ന സാധനമുണ്ട്. കപ്പലിൻ്റെ ഗതി തീരുമാനിക്കുന്ന റഡറാണ്. അതിനെ ഓരോ ഭാഗത്തേക്ക് തിരിക്കുമ്പം ഈ കപ്പൽ ഇടത്തും വലത്തോട്ടൊക്കെ തിരിയും. ഹെൽപ്പിംഗ് ദ ബേർഡ് സ്റ്റിയർ ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ ഡ്യൂറിങ് ഫ്ലൈറ്റ്. അപ്പം ഈ ടെയിലിൻ്റെ ഷേപ്പ്, അതിൻ്റെ വീതി എല്ലാം ഈ സ്റ്റിയറിങ്ങിനും സ്പീഡ് കൺട്രോൾ ചെയ്യാനും ലാൻഡിങ് സമയത്ത് ഫ്ലൈറ്റിന് സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ടെയില് സഹായിക്കും. ഹാവ് യു സീൻ ദ ഈഗിൾ സ്നാച്ച് അവേ ചിക്സ് and other creatures? What are the peculiarities of the eagle? How do these peculiarities enable the eagle to catch prey? അപ്പോൾ ഈ 3 ചോദ്യത്തിനുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന 3 പിക്ചറുമാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യെസ്, ഐ ഹാവ് സീൻ ദ ഈഗിൾ സ്നാച്ച് അവേ ചിക്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ലൈക്ക് റാറ്റ്സ്, സ്മോൾ ബേർഡ്സ് ആൻഡ് സ്നേക്സ്. ഓക്കെ. Eagles have very large wings, hooked beaks, strong muscular legs, and powerful talons. They have a very powerful sight. All the above features helps the eagle to see, catch, carry, and tear the flesh of the prey. ഇവിടെ എന്താ പറയുന്നത്? അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഈഗിള്, അതായത് പരുന്ത്, ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ, എലീനെ, ചെറിയ പാമ്പിനെ, ഓന്തിനെയൊക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറന്നിങ്ങനെ ഇറങ്ങി അതിനെ പിടിച്ച് കാലോട്ട് പിടിച്ച് അങ്ങനെ പറന്ന് ഉയർന്നങ്ങ് പോകും. ഭയങ്കര ടെക്നിക്കാണ്, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഈ ഈഗിളിന് എന്തൊക്കെയുണ്ട്? ഹാവ് വെരി ലാർജ് വിങ്സ്. കണ്ടില്ലേ? വളരെ നീളമുള്ള ലാർജ് വിങ്സ് ഉണ്ട്.
ഹുക്ഡ് ബീക്സ്, ബീക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെറിയ ഹുക്ക് ഷേപ്പ് ഉണ്ട്. സ്ട്രോങ് മസ്കുലർ ലെഗ്സ് ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ വളരെ സ്ട്രോങ് മസിലുള്ള ലെഗ്സ് ആയിരിക്കും. ആൻഡ് പവർഫുൾ ടാലൻസ്, അതാണ് ഇവിടെ കാണിച്ചത്. പവർഫുൾ ടാലൻസ്, നല്ല നഖമുള്ള നല്ല ടാലൻസ്. അതിനെ കൊണ്ടൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ദേ ഹാവ് വെരി പവർഫുൾ സൈറ്റ്, ഭയങ്കര കാഴ്ചശക്തിയാണ്, ഭയങ്കര പവറുള്ള, വളരെ ഹൈറ്റിൽ പറന്നാലും അതിന് നല്ല കാഴ്ചയാണ്. ഈ താഴത്ത് നിലത്ത് കൂടെ ഓടുന്ന എലി പാമ്പിനെയൊക്കെ വേഗം കാണും. ഈ ഓൾ ദ അബവ് ഫീച്ചേഴ്സ്, ഈ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഹെൽപ്സ് ഈഗിൾ ടു സീ, catch, carry and tear the flesh of the prey. ഇതൊക്കെയാണ് ഈ ഈഗിളിനെ ഇര പിടിച്ച് ജീവിക്കാൻ സഹായിക്കുന്ന peculiarities. The number of birds that are beneficial to the environment is decreasing. What could be the reason for this? ഇവിടെ ഒരു റീസൺ കൊടുത്തിട്ടുണ്ട്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞിട്ട്, അമിതമായ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം. അതൊരു കാരണമാണ്. എന്തിന്? ഈ നമുക്ക് ആവശ്യമായ പക്ഷികളുടെ എണ്ണത്തിൽ വർധനയിൽ ഒക്കെ കുറവ് വരിക. മറ്റുള്ള ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാരണം പറഞ്ഞാൽ ഹാബിറ്റൽ ഡിസ്ട്രക്ഷൻ, അതായത് ഡീഫോറസ്റ്റേഷൻ, conversion of natural areas into farmland significantly reduce available nesting and foraging sites for birds. ഇങ്ങനെ പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ, അതായത് കാടുകൾ വെട്ടിത്തെളിയിക്കുക പല ആവശ്യത്തിനായിട്ട്. കൺവേർഷൻ ഓഫ് നാച്ചുറൽ ഏരിയാസ് ഇൻ ടു ഫാം ലാൻഡ്സ്, അതായത് ഇതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാട് പോലത്തെ പ്രദേശം വെട്ടിത്തെളിച്ചിട്ട് ഫാം ലാൻഡ് ആക്കി മാറ്റുക, അതായത് കൾട്ടിവേഷനും ഫാമിങ്ങിനൊക്കെ ആയിട്ട് ഉള്ള ലാൻഡാക്കി മാറ്റുക. സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് അവൈലബിൾ നെസ്റ്റിംഗ് ആൻഡ് ഫോയേജിങ് സൈറ്റ്സ്. അത് കാരണം ക്രമേണ എന്ത് കുറയും? ഈ പക്ഷികൾക്ക് മുട്ടയിട്ട് കൂടെല്ലാം കൂട്ടി മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം കുറയും. അതായത് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തലമുറകളെ ഉണ്ടാക്കുന്ന കാര്യമാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫോയേജിങ് എന്ന് പറയുന്നത്, ഫോയേജിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടെത്താനുള്ള സൈറ്റ്സ്, ഇതൊക്കെ കുറയും. പിന്നത്തെ ഒരു കാരണം പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, ഷിഫ്റ്റിംഗ് വെതേഴ്സ് പാറ്റേൺ ആൻഡ് ഡിസ്റപ്റ്റ് മൈഗ്രേഷൻ റൂട്ട്സ്, ഓൾട്ടറിങ് ദ ടൈമിംഗ് ഓഫ് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് ഇമ്പാക്റ്റിംഗ് ബ്രീഡിംഗ് സക്സസസ്. ഇവിടെ എന്താ പറയുന്നത്, ക്ലൈമറ്റിൻ്റെ പെട്ടെന്നുള്ള ചേഞ്ചുകൾ കൊണ്ട് ഇവരുടെ മൈഗ്രേഷൻ റൂട്ടൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ഇവർക്ക് സമയത്തിന് ഫുഡ് കിട്ടാതെയാവും, ചിലപ്പോൾ ഫുഡിൻ്റെ അവൈലബിലിറ്റി തന്നെ ഇല്ലാതെയാവും ഇവർ പുതിയ സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ. ഇതും ഈ ബ്രീഡിങ്ങിന് തടസ്സം വരുത്തുന്നുണ്ട്. പിന്നെ പെസ്റ്റിസൈഡ് എക്സ്പോഷർ, ഈ പോയിന്റാണ് ടെക്സ്റ്റ് പറഞ്ഞത്. പെസ്റ്റിസൈഡ്സ് ക്യാൻ അക്യൂമുലേറ്റ് ഇൻ ഫുഡ് ചെയിൻ affecting bird reproduction and survival by impacting their prey insects. അതായത് ഈ വയൽ പ്രദേശങ്ങളിലും കൃഷി നടക്കുന്ന സ്ഥലത്തൊക്കെ നെല്ലൊക്കെ ആയി വരുമ്പോഴത്തേക്കും അതിനെ കഴിക്കാനായിട്ട് കീടങ്ങൾ കുറച്ച് വരും. ആ കീടങ്ങൾ വരുമ്പോൾ ആ കീടങ്ങളെ തിന്നാനായിട്ടാണ് ഈ പക്ഷികൾ കൂട്ടമായിട്ട് വരിക. ആയിരക്കണക്കിന് പക്ഷികൾ വരും ഈ കീടങ്ങളെ തിന്നാൻ. അപ്പം ആ സമയത്ത് ഈ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കും. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, ഈ നെല്ലിലും ഒക്കെ ഈ കീടനാശിനിൻ്റെ അംശമുണ്ടാവും. അത് ഈ പക്ഷികൾ തിന്നും. നെല്ലൊക്കെ തിന്നുമ്പോൾ എന്ത് പറ്റും, ഇവർക്കും ഈ റീപ്രൊഡക്ഷനിലുള്ള പ്രയാസങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ urbanization എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ് ക്യാൻ ഫ്രാഗ്മെന്റ് ഹാബിറ്റാറ്റ് ആൻഡ് റെഡ്യൂസ് ഗ്രീൻ സ്പേസ് ഇമ്പാക്ടിങ് ബേർഡ് പോപ്പുലേഷൻ ഇൻ urban ഏരിയ. urban ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് സിറ്റിയിൽ നിന്ന് ഉള്ളോട്ട് വിട്ട ഏരിയ വീണ്ടും ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയും മരങ്ങളൊക്കെ വെട്ടി ബിൽഡിങ്സ് വന്ന് കാര്യങ്ങളൊക്കെ ജാസ്തിയായി, മനുഷ്യന്മാർ ജാസ്തിയായി, അങ്ങനെ അവർക്ക് അവിടെയുള്ള ഒരു പെറ്റു പെരുകാനുള്ളൊരു സാഹചര്യം ഇല്ലാതാവും. അങ്ങനെയും പ്രയാസം വരും ഈ വളർച്ചയിൽ. പിന്നെ ഹണ്ടിങ് ആൻഡ് ട്രാപ്പിംഗ്, പിന്നെ വേട്ടയാടപ്പെടുക. അതാണ് അൺസസ്റ്റൈനബിൾ ഹണ്ടിങ് പ്രാക്ടീസ് ക്യാൻ ഡിപ്ലിക്കേറ്റ് ബേർഡ് പോപ്പുലേഷൻ പെർട്ടിക്കുലർലി ഫോർ സ്പീഷീസ് കൺസിഡർഡ് ഗെയിം ബേർഡ്സ്. അതായത് പല കാരണത്തിന് വേണ്ടിയിട്ട് ഈ പക്ഷികളെ വേട്ടയാടുന്നുണ്ട്, ട്രാപ്പ് വെച്ച് പിടിക്കുക ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഫാൻസി ആയിട്ട് ഒരു പെറ്റ് ഷോപ്പിൽ പോയാൽ നമുക്ക് പല പക്ഷികളെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അല്ലേ. ഇതിനൊക്കെ ഇതേമാതിരി കാട് പോലത്തെ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നതാണ്. ഈ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ചിലപ്പം പക്ഷികൾ ഒരമ്മയായിരിക്കും, അതിനെ കൂട്ടിൽ കുട്ടികളുണ്ടാവും, മുട്ടയിട്ട് വിരിയാറായിട്ടുണ്ടാവും, നല്ല മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷിയായിരിക്കും. അത് തീറ്റ തേടി വരുമ്പോഴായിരിക്കും ഈ മനുഷ്യന്മാർ ട്രാപ്പ് വെച്ച് പിടിക്കുക. അതോടുകൂടി എന്ത് പറ്റും, ഈ അമ്മ പക്ഷി ട്രാപ്പിലാവും, അതേ സമയത്ത് മക്കളൊക്കെ ഭക്ഷണം കിട്ടാതെ ചത്തുപോകും. അങ്ങനെയും വംശനാശങ്ങൾ വരും. അപ്പം ഇതൊക്കെ ചില കാരണങ്ങളാണ് നമ്മളെ പക്ഷികളുടെ വംശനാശം സംഭവിക്കുന്നത്. പേജ് 45, ബേർഡ്സ് വി റിയർ, വളർത്തുന്ന പക്ഷികൾ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ്, നെയിം ദം. ഈ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ പേര് നമുക്ക് പറയാനാണ് പറയുന്നത്.
ആദ്യത്തേത് ഡക്ക്, രണ്ടാമത്തേത് റൂസ്റ്റർ, പിന്നെ ബഡ്ജിഗർ. അത് നമ്മൾ സാധാരണ പെറ്റ് ഷോപ്പിൽ പോയാൽ കാണുന്ന ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന സാധനം, അതിൻ്റെ പേര് ബഡ്ജിഗർ. പിന്നത്തേത് ഫാൻസി കോഴി, സിൽവർ ലേസ്ഡ് പോളിഷ്. പിന്നത്തേത് ടർക്കി കോഴി, അല്ലെങ്കിൽ അത് മെയിലാണെങ്കിൽ അല്ലെങ്കിൽ ടോം എന്നാണ് പറയാം. പിന്നെ പിജൺ, പ്രാവ്. പിന്നെ ഗീസ് അരയന്നത്തിൻ്റെ ഒരു ഫാമിലി ആയിട്ട് വരുന്നത്. പിന്നെ ഗിനിഫോൾ ഒരു ടൈപ്പ് ഓഫ് കോഴിയാണ്, ഫാൻസിക്കായിട്ട് വളർത്തും, അതിൻ്റെ മുട്ടയും നമ്മൾ ഭക്ഷിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പക്ഷികളുടെ പേര്. പേജ് നമ്പർ 45 ഒരു ചോദ്യം. We learned about the diversities in the world of birds, but there are lot more to explore. Can you think of some more? അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷി ലോകത്തിലെ പല പല വ്യത്യാസങ്ങളൊക്കെ കാര്യങ്ങളും പഠിച്ചു. ഇനിയും നമുക്ക് കണ്ടെത്താനുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. അവിടെ ആദ്യം പറയുന്നത് അതിലെ ഇനത്തിനെ പറ്റി, സ്പീഷീസ്. There are over 10,000 living bird species. അതായത് 10,000 മുകളിൽ ബേർഡ്സ് ഉണ്ട്, ഇനങ്ങൾ പക്ഷികളുണ്ട്. പിന്നെ സൈസ് പറയുകയാണെങ്കിൽ ബി ഹമ്മിങ് ബേർഡ് ടു ദ ഓസ്ട്രിച്ച്, അതായത് ഹമ്മിങ് ബേർഡ് അത്രയും ചെറുത് മുതൽ വലിയ ഓസ്ട്രിച്ച് വരെ അത്രയും റേഞ്ചിൽ പക്ഷികളുടെ സൈസ് ഉണ്ട്. പിന്നെന്താണ് അവർ പറയുന്നത്, ഹാബിറ്റാറ്റ്, ചുറ്റുപാട്, വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് ഇൻക്ലൂഡിങ് ഓൺ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്, അതായത് കരയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് പല ചുറ്റുപാടിൽ ജീവിക്കുന്ന പക്ഷികളുണ്ട്. പിന്നെ ഡയറ്റ്, അവരുടെ ഡയറ്റ് എന്താണ്, ക്യാൻ ബി കാർണിവോറസ്, ഹെബിവോറസ് ഓർ ജനറലിസ്റ്റ്, അതായത് മാംസം തിന്നുന്നവരുണ്ട്, പിന്നെ പച്ചക്കറി, നട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ തിന്നുന്നുണ്ട്, പിന്നെ രണ്ടും കഴിക്കുന്നവരുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, അപ്പിയറൻസിൽ പറയുന്നത് സം ബേർഡ്സ് ആർ camouflage while others are colorful. camouflage എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തുക, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു ചുറ്റുപാടിൽ നിന്നാൽ പക്ഷികളെ മനസ്സിലാവില്ല. ചില ഉണങ്ങിയ ഇലേൻ്റെ കൂട്ടത്തിലൊക്കെ ചില പക്ഷി പോയി നിന്നാൽ അതിൻ്റെ കളറും ഉണങ്ങിയ ഇല പോലെ ഉണ്ടാവും, അതേ പച്ച ഇലേൻ്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും, കാണാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ കളർഫുള്ളായ ബേർഡ്സും ഉണ്ട്. പിന്നെ സോഷ്യൽ ബിഹേവിയറിൽ പറയുകയാണെങ്കിൽ ബേർഡ്സ് ലിവ് എലോൺ വൈൽ അതേഴ്സ് ലിവ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന പക്ഷികളുണ്ട്, ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന പക്ഷികളുണ്ട്. പിന്നെ ബ്രീഡിങ് പറയുകയാണെങ്കിൽ എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ ബ്രീഡ് ചെയ്യുന്നവരുണ്ട്, സാധാരണ കണ്ടീഷനിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു പക്ഷീനെ ഇവിടെ പറയുന്നുണ്ട് സ്നോ പേറ്റൽ, അത് അന്റാർട്ടിക്ക ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അവിടെ പറയുന്ന മൈഗ്രേഷൻ, ബേർഡ്സ് ബ്രീഡ് ഓൺ ഓൾ 7 കോണ്ടിനെൻറ്റ്സ്, 7 ഭൂഖണ്ഡങ്ങളിലും മൈഗ്രേറ്റ് ചെയ്ത് ബേർഡ്സ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറച്ച് പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്, ബേർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ പോളിനേഷൻ, സീഡ് ഡിസ്പേഴ്സൽ ആൻഡ് പെസ്റ്റ് റെഗുലേഷൻ. പോളിനേഷൻ, പരാഗണം, സീഡ് ഡിസ്പേഴ്സൽ പറഞ്ഞാൽ ഈ പഴങ്ങളുടെ വിത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക, പിന്നെ പെസ്റ്റ് റെഗുലേഷൻ, കീടങ്ങളെ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു സ്ഥലത്തുള്ള പഴം കഴിക്കും, അപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ വിത്തും അതിൻ്റെ കൂടെ അത് കഴിക്കും. പിന്നെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അതിനെ കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിൻ്റെ കൂടെ ദഹിക്കാതെ ആ വിത്ത് വീഴും, അവിടെ വിത്ത് മുളച്ച് ഈ ചെടി അവിടെ മുളയ്ക്കും. അങ്ങനെ കുറേ ദൂരപ്രദേശങ്ങളിലേക്ക് ചെടികൾ മാറി വരും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ പക്ഷികൾ മുഖാന്തരമാണ്. അപ്പോൾ ഇതാണ് കുറച്ച് കാര്യങ്ങൾ പക്ഷിനെ കുറിച്ച് നമുക്ക് എക്സ്ട്രാ മനസ്സിലാക്കാൻ സാധിച്ചു. മൈ ഡിയർ സ്റ്റുഡൻസ്, വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് എന്ന ലെസൺ ഇവിടെ അവസാനിച്ചു. ഇതിലെ എല്ലാ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇത് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നല്ലോണം പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.